നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സേവനത്തിന് കണ്ടെത്തുക എന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതല. എന്നാൽ ആ ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗത്വം വിലയ്ക്ക് വന്നാലോ? PSC അംഗത്വം വാഗ്ദാനം ചെയ്ത കോഴിക്കോട്ടെ CPM ഏരിയ കമ്മിറ്റി നേതാവ് കോഴ വാങ്ങി എന്ന ആരോപണം പല തട്ടുകളായി ഇങ്ങനെ പടരുകയാണ്. ഇപ്പോൾ തുടർച്ചയായ രണ്ടാം ദിവസവും കോഴ വിവാദം നിയമസഭയിൽ കോളിളക്കമുണ്ടാക്കി. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾ CPM നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന നിലപാടാണ് CPM കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിനുള്ളത് എങ്കിലും ആരോപണ വിധേയർക്കെതിരെ നടപടികളുമായി നീങ്ങാനാണ് പാർട്ടിയുടെ നീക്കം എന്നതിലെ വൈരുദ്ധ്യം ദുരൂഹം തന്നെയാണ്. അതേസമയം തന്നെ കോഴ ഇടപാടിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിയെ CPIM പുറത്താക്കാനും സംഘടനാ നടപടി പൂർത്തിയാക്കി അച്ചടക്ക നടപടി സ്വീകരിക്കാനും സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി എന്ന വാർത്തകളും എത്തുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി ആരും കോഴ വാങ്ങിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആശങ്കയും സമ്മർദ്ദവും എന്നാണ് ചോദ്യമുയർന്നത്. PSC കോഴ വിവാദത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തോട് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ. ഈ വിഷയം ജില്ലാ കമ്മിറ്റി കൈകാര്യം ചെയ്ത രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും നിയമനം അതതു കാലത്തെ സർക്കാരിന്റെ താൽപര്യപ്രകാരമാകുന്നതിൽ തെറ്റുപറയാൻ കഴിയില്ല. എന്നാൽ ഇവരെ എങ്ങനെ കണ്ടെത്തുന്നു എന്നത് പ്രധാനം തന്നെയാണ്. അംഗമായി നിയമിക്കാൻ പല പാർട്ടികളും കോഴ ആവശ്യപ്പെടുന്നതായി നാം കേട്ടുപോരുന്നുണ്ട്. അംഗമാകാൻ പ്രത്യേക യോഗ്യതയൊന്നും നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ആർക്കും PSCയിൽ കയറിപ്പറ്റാം എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. PSC അംഗമാകുന്നതിനായി പാർട്ടി നേതാക്കൾക്ക് ലക്ഷങ്ങൾ വാരിയെറിയാൻ പലരും തയ്യാറാകാൻ കാരണം എന്താണ് എന്ന ചോദ്യവും അംഗങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വലിയ വിലയുള്ളത് തന്നെയാണ് എന്നതിൽ തർക്കം ഇല്ല. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് എന്ന വ്യവസ്ഥയിലാണ് PSC അംഗങ്ങളെ സർക്കാർ നിയോഗിക്കുന്നത്. 6 വർഷം ആ പദവിയിൽ ഇരിക്കുമ്പോൾ ശമ്പളമായി കിട്ടുന്നത് 1.57 കോടി രൂപയാണ് എന്നത് മാത്രമല്ല, വിരമിച്ചു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ പ്രതിമാസം 1.2 ലക്ഷം രൂപ പെൻഷനായും വാങ്ങാം. ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ഇനിയും കൂട്ടാനുള്ള ശുപാർശ സർക്കാരിന്റെ മുന്നിൽ ഉണ്ട്. PSC ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് രാഷ്ട്രീയ നിയമനമേ പാടുള്ളൂ എന്ന മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഘടകകക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഘടകകക്ഷികൾ പണം വാങ്ങി നിയമനം നടത്തുന്നത് ശ്രദ്ധയിൽ പെട്ടതിനെ തുടർന്നായിരുന്നു ഈ നിർദ്ദേശമൊക്കെ. എന്നാൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ തന്നെ കോഴ വാങ്ങി PSC അംഗത്വം വാഗ്ദാനം ചെയ്തു എന്ന ആരോപണം മുന്നണിയിൽ നിന്ന് തന്നെ CPMനെതിരെ ചൂണ്ടുവിരൽ ഉയരാൻ ഇടയാക്കും. ഇനി മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാവുന്നത് പോലെ പാർട്ടിയിൽ ഉള്ളവർ ആരും കോഴ എന്ന വാക്കുപോലും കേട്ടിട്ടില്ലാത്തവരാണ് തന്നെ. അത് നമുക്ക് സമ്മതിച്ചു കൊടുത്താലും ഈ കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞത് ഏത് കണക്കിലാണ് നമ്മൾ ചേർക്കേണ്ടത്? സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്ന് കൂടി അദ്ദേഹം അഭിപ്രായപ്പെടുമ്പോൾ ആ വാക്കുകൾക്ക് മുഴക്കം കൂടുകയാണ്. ജനങ്ങളിൽ നിന്ന് അകന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ദയനീയ തോൽവിക്ക് കാരണം എന്ന് CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പിലെ അതിഗുരുതരമായ തിരിച്ചടി കണക്കിലെടുത്തുള്ള തിരുത്തലിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അത്യന്തം വിനാശകരം എന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അടക്കമുള്ള നേതാക്കൾ തന്നെ അഭിപ്രായപ്പെടുകയുമുണ്ടായി. ജനങ്ങൾ പറയുന്നതിലെ ശരിയുടെ അടിസ്ഥാനത്തിൽ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും തിരുത്തലുകൾക്ക് എല്ലാവരും തയ്യാറാകണമെന്ന് MA ബേബി ആവശ്യപ്പെടുകയും ചെയ്തു. നിർണായക അധികാരങ്ങളുള്ള ഭരണഘടനാ പദ്ധതികൾ ഇടതുമുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളിലുള്ളവർ ലേലം ചെയ്തു വിൽക്കുന്ന സ്ഥിതിയിൽ എത്തി എങ്കിൽ അതിനേക്കാൾ വലിയ ഒരു പതനം പിന്നെയുണ്ടോ? സ്വന്തം പാർട്ടിക്കാർ കോഴ വാങ്ങിയിട്ടില്ല എന്ന CPMന് ഉറപ്പുണ്ടെങ്കിൽ കുറ്റമറ്റ അന്വേഷണത്തിലൂടെ അക്കാര്യം കേരളീയ സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. ആരോപണം ശരിയാണെന്ന് വന്നാൽ കള്ളക്കളി തുടരാതെ മാതൃകാപരമായി നടപടികൾ എടുക്കുകയും ചെയ്യുക.